സഖാവ് എന്നുള്ളൊരു വിളിപ്പേര് ഒരു സംഘടനയ്ക്കൊപ്പം ചാർത്തുന്നതാണ്. ഒരാൾക്ക് ഒറ്റയ്ക്കൊരിക്കലും ഒരു സഖാവായി നിൽക്കാൻ കഴിയില്ല. അയാൾക്ക് തോന്നാം ഞാനൊരു സഖാവിൻ്റെ ലക്ഷണങ്ങളുള്ളയാളാണ്, പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുമ്പോഴാണ് അയാൾ ഒരു സഖാവായി തീരുന്നത് എന്നുള്ളതാണ്. ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ ഓർമ്മിക്കുകയായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പറോ സഹകരണ ബോർഡ് മെമ്പറോ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി പദവികളോ ഒന്നുമില്ലാതെ 5 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട പാർട്ടിയിലെ അംഗങ്ങളാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കരുത്ത്, CPM എന്ന് പറയുന്ന പാർട്ടിയെ നിലനിർത്തുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ 5 ലക്ഷത്തോളം ആളുകൾ ഈ പാർട്ടിയുടെ കുടിക്ക് കീഴിൽ അണിനിരക്കുന്നുണ്ട്. അദ്ദേഹം വഹിച്ച പദവികൾ, അദ്ദേഹം SFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണല്ലോ. അതിനുശേഷം ഇങ്ങോട്ട് വോട്ടവകാശം കിട്ടിയ നാൾ മുതൽ ഏതെങ്കിലും ഒരു പാർട്ടി പദവിയിലോ ഏതെങ്കിലും ഒരു പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകളിലോ അല്ലാതെയായി ഏതെങ്കിലും ഒരു വർഷം അദ്ദേഹം ഇരുന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. 11 വർഷം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന, 5 വർഷത്തോളം അമ്പലപ്പുഴ നഗരസഭയിലുണ്ടായിരുന്ന, അവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന, ജില്ലാ കൗൺസിലിൽ ആലപ്പുഴയുടെ ജില്ലയുടെ അധ്യക്ഷനായിരുന്ന, 4 തവണ നിയമസഭയിലേക്ക് എത്തിയ, 5 തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച, 2 തവണ മന്ത്രിയായ G സുധാകരൻ ഇക്കുറി വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ വാസ്തവം. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് കൊടുത്ത സ്ഥാനമാനങ്ങളല്ലേ? അതറിയണമെന്നുണ്ടെങ്കിൽ ഇന്നലെ മലപ്പുറത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ EN മോഹൻദാസ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് കൂടി അറിയണം. അദ്ദേഹത്തിന് ഒരു പദവിയും കൊടുത്തിട്ടില്ല. ആ അർത്ഥത്തിൽ പാർട്ടി G സുധാകരന് കൊടുത്തതിന്റെ 10-1 100 പോലും പാർട്ടി ആ രീതിയിൽ പാർലമെന്ററി തലത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെയാണ് ഭൂമിയിൽ നിന്ന് യാത്രയാവുന്നത്. അവിടെയാണ് കോടിയേരിയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. എന്താണ്, ഒരു ബോർഡ് മെമ്പറോ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും ആകാതെ ഈ പാർട്ടിയുടെ കുടിക്ക് കീഴിൽ അണിനിരക്കുന്ന 5 ലക്ഷം മനുഷ്യരിലാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്നുള്ളത്. ഇത് മനസ്സിലാകാത്തയാളല്ല G സുധാകരൻ സാർ. സുധാകരൻ സാറിന് തന്നെ അറിയാം, ഈ പാർട്ടിയിൽ നിൽക്കുമ്പോഴാണ് G സുധാകരൻ സാർ തന്നെ ഉപയോഗിച്ച പദപ്രയോഗമുണ്ടല്ലോ, പിണറായി സഖാവ് പലപ്പോഴും ഉപയോഗിച്ച പദപ്രയോഗം, ബക്കറ്റിന്റെ തിരക്ക് കടലിലെ തിരയുടെ ശക്തി ഉണ്ടാവില്ല. അത് പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോഴാണ്. അദ്ദേഹം തന്നെ പലപ്പോഴും പാർട്ടി ക്ലാസുകളിൽ ഉദ്ധരിക്കുന്ന വാക്കുകൾ മാർക്സിന്റെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളല്ലേ. ഇറ്റ് ഈസ് നോട്ട് ദ കോൺഷ്യസ്നസ് ദാറ്റ് ഡിറ്റർമൈൻസ് ദർ എക്സിസ്റ്റൻസ് ബട്ട് എക്സിസ്റ്റൻസ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ കോൺഷ്യസ്നസ്. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾ നിൽക്കുമ്പോഴാണ് നിങ്ങൾ പാർട്ടിയായി മാറുന്നത്. നിങ്ങളുടെ ആശയങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളെ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് യഥാർത്ഥത്തിൽ G സുധാകരനിൽ കണ്ടത്. G സുധാകരൻ തന്നെ പഠിപ്പിച്ച പാർട്ടി ക്ലാസ്സിലെ പാഠങ്ങൾ G സുധാകരൻ മറക്കുന്നതാണ്. അദ്ദേഹം പാർട്ടി വിട്ടിട്ട് പറയുന്നു, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. സ്വതന്ത്രൻ എന്നൊരു പദപ്രയോഗം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമല്ലേ സഖാവെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാനും നിങ്ങൾക്ക് സ്വതന്ത്രനായിരിക്കാനും കഴിയുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ വൈരുദ്ധ്യം. മാനവികനാകാൻ BJPയിൽ ചേരുന്നത് പോലെ, മതേതരനാകാൻ ലീഗിൽ ചേരുന്നത് പോലെ, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാൻ UDFന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കണമെന്ന് പറയുന്നതിലല്ലേ വൈരുദ്ധ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. ഇതെങ്ങനെയാണ് G സുധാകരൻ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയെന്ന് നിശ്ചയമില്ല. അതിന് അദ്ദേഹം മറുപടി പറയുന്നത് എന്താണെന്നറിയോ? അമ്പലപ്പുഴയുടെ വികസനത്തിനു വേണ്ടി, കേരളത്തിന് വേണ്ടി ഞാൻ പോരാടാൻ വേണ്ടി ഇറങ്ങുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. G സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരുടെയും ഒരു ധാരണ, എനിക്ക് ശേഷം പ്രളയം, അങ്ങനെ ഒരു നേതാവിന് തോന്നിയാൽ ആ പ്രസ്ഥാനം അന്നേക്കുമായി അവസാനിച്ചു എന്നുള്ളതാണ്. ഈ പ്രസ്ഥാനത്തിൽ അങ്ങായി വളർത്തിക്കൊണ്ടുവന്ന ശ്രീധരനെ പോലെ, അങ്ങ് അടക്കമുള്ളവർ കൈപിടിച്ചുയർത്തിയ മുതിർന്ന നേതാക്കളെ പോലെ അങ്ങ് കൊണ്ടുവന്നതാണ്. നാസറാണെങ്കിലും സലാമാണെങ്കിലും ബാക്കിയുള്ള നേതാക്കളാണെങ്കിലും എല്ലാം ഇനിയും അങ്ങ് തന്നെ കൈപിടിച്ചുയർത്തേണ്ട നേതാക്കളുടെ നിരയുണ്ടായിരിക്കെ അങ്ങ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ഒരൊറ്റ കേവല ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. പാർട്ടി ഇപ്പോൾ G സുധാകരൻ പറഞ്ഞത് നമ്മൾ കേട്ടുള്ളൂ. പാർട്ടിയും അദ്ദേഹത്തിനെതിരെ ചില കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്? പല പാർട്ടി നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത്, അദ്ദേഹം ഇനി ഈ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ പാർട്ടിയെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലേക്ക് പോകുമ്പോൾ G സുധാകരൻ അത് നടത്തുമോ എന്ന് പാർട്ടിക്ക് തന്നെ ആശങ്കയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറയാം. H സലാം അവിടെ MLA ആയതിനു ശേഷം 10 തവണ G സുധാകരനെ പരിപാടികൾക്ക് നേരിട്ട് ക്ഷണിച്ചു എന്നാണ് പറയുന്നത്. ഒരൊറ്റ പരിപാടി G സുധാകരൻ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ സുധാകരൻ സാറിന് തിരുത്താം. 11ാമത്തെ തവണ രേഖാമൂലം H സലാം എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് രേഖാമൂലം കൊടുക്കുമ്പോൾ രേഖാമൂലം മറുപടി കൊടുത്തു, ഞാൻ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് സഖാവ് അങ്ങനെ പങ്കെടുക്കാതിരുന്നത്? അതിനുശേഷമല്ലേ പിന്നീട് പാർട്ടി പരിപാടികളിൽ നിന്ന് മാറുന്നത്? നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെ പങ്കെടുപ്പിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ പ്രേക്ഷകർക്ക് അറിയുമോ, അതിനു മുൻപ് 2 ഏരിയ സമ്മേളനങ്ങൾ നടന്നു. അദ്ദേഹം സംസ്ഥാന സമിതി അംഗമായിരിക്കുമ്പോൾ അതിലൊന്ന് ഉദ്ഘാടനം ചെയ്തത് എളമരം കരീമാണ്. പുന്നപ്രയിൽ വെച്ച് നടന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലാണ്. ആ 2 സമ്മേളനത്തിലും സംസ്ഥാന സമിതിയിൽ അംഗമായിരിക്കവേ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അതിനുശേഷം അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നത്, സ്വമനസാല പങ്കെടുക്കാതിരിക്കുന്നത് ആരും അറിയില്ല. പക്ഷേ ക്ഷണിക്കാതെ വരുമ്പോൾ അത് പുറത്തറിയുന്ന ഒരു പ്രതിഭാസം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇത് വാസ്തവം അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ 2 സൈഡും പറയുന്നതാണ്. അതിനുശേഷം നോക്കൂ, പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നല്ലോ. അതിൽ അദ്ദേഹം ഇന്ന് എളമരം കരീമിനെ കുറ്റപ്പെടുത്തുന്നത് എന്തായിരുന്നു? അതിലെ പ്രധാനപ്പെട്ട 2, അതിലൊരെണ്ണം ഗുരുതരമായിട്ടുള്ളൊരു ചാർജാണ്. SDP പ്രവർത്തകർ H സലാമിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചപ്പോൾ വേണ്ട വിധത്തിൽ പ്രതിരോധിച്ചില്ല എന്നുള്ളതാണ്. പ്രതിരോധിച്ചതിന്റെ ഒരു തെളിവ് പുറത്തു വന്നാൽ ആ കമ്മീഷൻ റിപ്പോർട്ട് അസാധുവാവില്ലേ? അതൊന്ന്. രണ്ടാമത്തത്, സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് പരാമർശിച്ചിരുന്നു. അധികമാരും ചർച്ച ചെയ്യാതെ പോയ വിഷയമാണ്. ഞാനിതിനെ ഉള്ളിലേക്ക്
കടക്കുന്നില്ല. സാമ്പത്തിക കാര്യം ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ചില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തത്, അദ്ദേഹത്തിന്റെ സമയത്ത് അമ്പലപ്പുഴ അസാമാന്യമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വികസനങ്ങളെല്ലാം എച്ച് ഇസ്ലാമിന് ഗുണകരമാകുന്ന രീതിയിൽ വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു വികസന രേഖ, വികസന ഡോക്യുമെന്റ് അത് ജി സുധാകരൻ പുറത്തിറക്കിയില്ല. അദ്ദേഹം അതിന് ഉത്തരവാദിത്വം ഏറ്റതാണ്. എന്നിട്ട് എച്ച് ഇസ്ലാം വിജയിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളതാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന സോഴ്സുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം ഗുരുതരമായ കാര്യങ്ങൾ കൂടി അവിടെ അമ്പലപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് മാത്രമേ നമുക്കൊരു പൂർണ്ണ വിശകലനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ UDF-ലേക്ക് പോവുക, അതൊരു ബൂർഷ്വാ സംവിധാനത്തിന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ളത് മാനവികനാകാൻ നിങ്ങൾ BJP-യിലേക്കോ സംഘപരിവാറിലേക്കോ പോകുന്നത് പോലെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കോൺഗ്രസ് ഇദ്ദേഹത്തെ തുണയ്ക്കുമോ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ വേണ്ടി ഈ വിസ്മയമായി ജി സുധാകരനെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് KC വേണുഗോപാലിന് അറിയാം, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം, ലിജുവിനും അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്തുണയ്ക്കും. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്വതന്ത്രനായി നിൽക്കുന്ന ഘട്ടത്തിൽ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതിനുശേഷം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി എന്നത് എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അതിന് തൊട്ടുമുന്നിൽ നമ്മുടെ മുമ്പിൽ ചരിത്രങ്ങളില്ലേ? എന്താണ് KR ഗൗരിയമ്മയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് തന്നെ സംഭവിച്ചത്? ഒടുവിൽ KR ഗൗരിയമ്മ UDF പാളയം വിട്ട് LDF-ലേക്ക് തിരിച്ചു വരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായില്ലേ? KR ഗൗരിയമ്മ 94-ൽ പാർട്ടി വിട്ട് CMP ഉണ്ടാക്കി പോയതിനു ശേഷം, JSS ഉണ്ടായി പോയതിനു ശേഷം 2006-ൽ അരൂരിൽ ജയിച്ചോ? ഇല്ല. 2011-ൽ ചേർത്തലയിൽ ജയിച്ചോ? ഇല്ല. ഈ UDF-ന്റെ കൂടെ പിന്തുണയോടുകൂടിയല്ലേ ഈ കാലുവാരിയത്? അതിലല്ലേ ഗൗരിയമ്മയ്ക്ക് നീരസം ഉണ്ടായിരുന്നത്? ഒടുവിൽ രാഷ്ട്രീയ പ്രവർത്തനം, സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് പോകേണ്ടി വന്നില്ലേ? കേരള മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി ഇന്നും പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാതിരുന്ന ഗൗരിയമ്മ, KR ഗൗരിയമ്മ ആ ഘട്ടത്തിൽ പാർട്ടിയിൽ തന്നെ തുടർന്നിരുന്നെങ്കിലോ എന്ന ചോദ്യമുണ്ടല്ലോ, വലിയ ചോദ്യമാണ്. MV രാഘവൻ എന്താ സംഭവിച്ചത്? MV രാഘവൻ കേരളത്തിലെ പിണറായി വിജയനോടൊപ്പം തന്നെ എടുത്തു വയ്ക്കാൻ പറ്റിയ പേരല്ലേ? ഒരുപക്ഷെ അതിനൊരു പടി കൂടി മുന്നിൽ നിൽക്കാൻ പറ്റുമായിരുന്ന പേരായിരുന്നില്ലേ? പക്ഷേ MV രാഘവൻ എന്ത് സംഭവിച്ചു? MV രാഘവൻ ബദൽ രേഖയുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തു. പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിൽ ആ സമയത്ത് MV രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അദ്ദേഹം പോയിട്ട് CMP രൂപീകരിക്കുന്നു. അദ്ദേഹം CMP രൂപീകരിച്ചതിനു ശേഷം പിന്നീട് എവിടെയൊക്കെ പരാജയപ്പെട്ടത് നോക്കൂ. 93 അദ്ദേഹം വിജയിച്ചു. 96-ൽ ആറന്മുളയിൽ എനിക്കൊന്ന് കടമനിട്ടയോടാണെന്ന് തോന്നുന്നു പരാജയപ്പെടുന്നു. 2006-ൽ പുനലൂരിൽ പരാജയപ്പെടുന്നു. K രാജുവിനോട് പരാജയപ്പെടുന്നു. 2011-ൽ നെന്മാറയിൽ V ചെന്താമരാക്ഷനോട് പരാജയപ്പെടുന്നു. അങ്ങനെ പരാജയപ്പെടേണ്ട ഒരാളായിരുന്നോ? അതെ, ഒടുവിൽ മണ്ഡലം പോലുമില്ല. അതാ നോക്കൂ, ഇപ്പോ ഉള്ള CMP-യുടെ നേതാവ് CP ജോണിന്റെ അവസ്ഥ എന്താ? CP ജോണിന് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തിരുവനന്തപുരം സെൻട്രൽ കിട്ടുമോ എന്ന് അറിയുമോ എന്നുള്ളതാണ്. UDF-ലേക്ക് വന്നതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നതിന്റെ തെളിവാണ് ഗൗരിയമ്മയുടേത്, MV രാഘവന്റെ, ഇപ്പോൾ CP ജോണിന്റേത്. തീർന്നില്ല. സിന്ധു ജോയി പാർട്ടി വിട്ടിട്ട് പോയില്ലേ? കോൺഗ്രസിൽ ചേർന്നില്ലേ? ഒടുവിൽ എന്ത് സംഭവിച്ചു? സിന്ധു ജോയി കേരളത്തിലെ SFIയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റിന് എന്താ സംഭവിച്ചത്? ആലപ്പുഴയിൽ തന്നെയുള്ള മനോജിന്, KS മനോജിന് എന്താ സംഭവിച്ചത്? KS മനോജ് അന്ന് VM സുധീനെ പരാജയപ്പെടുത്തി പോയി പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം KS മനോജ് ഇപ്പോഴും മത്സരിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചയല്ലേ കാണുന്നത്? അങ്ങനെ എത്രയെത്ര പേർ. ഏറ്റവും ഒടുവിൽ ഇതാ നിൽക്കുന്നു CC മുകുന്ദൻ. പാർട്ടിയെ വിശ്വസിച്ച് നാട്ടികയിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എങ്ങനെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ വിളിച്ചു കൊടുത്ത അഷുറൻസിന്റെ പേരിൽ ഒടുവിൽ CC മുകുന്ദനെ ഇപ്പോൾ അവർ പിന്തുണയ്ക്കുന്നില്ല. നാട്ടികയിൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോവുകയാണ്. ഇതാണ് കോൺഗ്രസിനോടൊപ്പം പോകുന്ന ഇടതുപക്ഷ അനുഭാവികളുടെ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആ ചരിത്രം എപ്പോഴും അബ്ദുള്ളക്കുട്ടി നമുക്കറിയാമല്ലോ. ഒടുവിൽ കോൺഗ്രസിൽ മേൽവിലാസമില്ലാത്ത BJP-യിൽ പോയി അഭയം തേടേണ്ടി വന്ന നേതാവാണ് AP അബ്ദുള്ളക്കുട്ടി. അങ്ങനെ നേതാക്കളുടെ ഒരു നീണ്ട നിരയുണ്ട് നമ്മളുടെ മുന്നിൽ. അതെല്ലാം ഒരുപക്ഷെ അറിയാത്തയാളല്ല സുധാകരൻ സാറ്. പക്ഷേ സുധാകരൻ സാർ എടുത്ത തീരുമാനം അങ്ങേയറ്റം ഖേദകരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരിക്കൽ കൂടി പറയട്ടെ, ഒരു ബോർഡ് മെമ്പർ സ്ഥാനവും ഒരു PSC അംഗസ്ഥാനവും ഏതെങ്കിലും കമ്മീഷൻ സ്ഥാനവും ഏതെങ്കിലും ഒരു പഞ്ചായത്ത് അംഗവും ഏതെങ്കിലും നിയമസഭാ സീറ്റും മോഹിക്കാത്ത 5 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർ ഈ പാർട്ടിയുടെ പിന്നിൽ കൊടി പിടിച്ച് നിൽപ്പുണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ കരുത്തെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകൾ വളരെ വളരെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. ഈ ജി സുധാകരൻ പങ്കെടുക്കാൻ പോകുന്ന ചടങ്ങിൽ ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ജി സുധാകരൻ അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇന്നാണ് അദ്ദേഹം ആ KSU എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാത്തത്. ഇതുവരെയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് KSU DSU എന്നാണ്. ഭുവനേശ്വരുടെ കാര്യം പറയുമ്പോൾ ഏത് അഭിമുഖത്തിലും അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് പറഞ്ഞത് ഒരു പറ്റം ഗുണ്ടകളാണ് കൊന്നത് എന്നാണ്. പന്തളം NSS കോളേജിൽ പ്രിൻസിപ്പലിന്റെ മുറിയുടെ സമീപത്ത് വെച്ച് നിലത്തടിച്ചാണ്, ഈ ചുമലിൽ ഇടിച്ചാണ് അദ്ദേഹത്തിന്റെ തലയിലെ തലച്ചോറിൽ കലക്കിക്കളയുന്നത് ജി ഭുവനേശ്വരന്റെ. അന്ന് ആ ഡിസംബറിൽ എനിക്കൊന്ന് 1977 മറ്റുമാണ് ജി ഭുവനേശ്വരന് ഇത് സംഭവിക്കുന്നത്. അന്ന് അതിനുശേഷം ആ ജി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെ നമ്മളൊക്കെ ഒരുപാട് ജി സുധാകരന്റെ പേരിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം എടുത്ത നിലപാട് അതിൽ നിരാശയുണ്ട് എന്നുള്ളതാണ്. സ്വന്തം അനുജന്റെ മരണത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്.